മറ്റു പാർട്ടികളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പണം ഒഴുക്കുന്നത് BJP ആണ്. ഇതിലൊക്കെ കൃത്യമായ അഴിമതികളുണ്ട്. അതിനെക്കുറിച്ച് ആരന്വേഷിക്കും? ഇന്ത്യയുടെ സമ്പത്ത് മുഴുവനും ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്? BJP-ക്കാരായിട്ടുള്ള നേതാക്കന്മാരുടെ മക്കളുടെ കൈവശമാണ്. പക്ഷെ ജയ്ഷായിക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താ വളരെ സത്യസന്ധമായ ഒരു ബിസിനസ്സാണോ? ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം. 2014 ആദ്യമായിട്ട് BJP അതായത് NDA സർക്കാർ നിലവിൽ വരുന്നത്. അന്ന് തന്നെ കോൺഗ്രസിനെതിരെ വലിയ പ്രതിഷേധമായിട്ട് പ്രത്യേകിച്ച് മക്കൾ രാഷ്ട്രീയം, അതുപോലെ തന്നെ അഴിമതി എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നാഷണൽ ഹെറാൾഡ് പോലെ കോൺഗ്രസിന്റെ പത്രത്തിനെതിരെ വൻ അഴിമതി ആരോപണം, അത് കുടുംബ പാരമ്പര്യത്തിലൂടെ വരുന്നു എന്നുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടാണ് BJP രംഗത്ത് വരുന്നത്. അത് ഒരു വിധത്തിലെല്ലാം സക്സസ് ആവുകയും ചെയ്തു. പിന്നീട് അവർ 2014 ശേഷം തുടർച്ചയായി ഇപ്പോൾ 3-ാം തവണ ഭരണത്തിലേറുന്നു. ഇന്ന് അതേ BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സെയിം സാധനം. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? BJP-ക്കാർ സ്വയം പറയുന്നത് അഴിമതി രഹിതമായ ഒരു സർക്കാരാണ് BJP-യുടേത് എന്നാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJP-യെ സംബന്ധിച്ചിട്ട് BJP ആരംഭിച്ചതിന് ശേഷം BJP ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയൊക്കെയാണ് അധികാരത്തിലെത്തിയിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് പോരാട്ടങ്ങളിലൂടെയൊക്കെ തന്നെയാണ്. അത് വർഗീയതയൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി ഒരുപാട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ച് തന്നെയാണ് BJP അധികാരത്തിലെത്തിയിട്ടുള്ളത്. പക്ഷെ അന്നൊന്നും BJP-യുടെ കൈവശം ഇതുപോലുള്ള സമ്പത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു പാർട്ടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും, അത് BJP ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോഴും നമ്മുടെ BJP-യുടെ പ്രവർത്തകർ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതൊക്കെയാലും ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് BJP-ക്ക് ഡൽഹിയിൽ ഇത്രയും കോടാനുകോടികൾ മുടക്കിക്കൊണ്ട് ആസ്ഥാന മന്ദിരം പണിയാനായിട്ട് സാധിക്കത്തില്ല. എല്ലാ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനത്തും വളരെ ഗംഭീരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ നിർമ്മിക്കാനായിട്ട് ഇവർക്ക് സാധിക്കത്തില്ല. അതായത് വിവിധ സംസ്ഥാനങ്ങളിലെ ഇലക്ഷനുകൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും, മറ്റു പാർട്ടികളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പണം ഒഴുക്കുന്നത് BJP ആണ്. ഏത് സംസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാലും അവർക്ക് അതിസാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസും ജില്ലാ കമ്മിറ്റി ഓഫീസുകളുമുണ്ട്. ഇതിലൊക്കെയുള്ള പണം എവിടെ നിന്നാണ്? പ്രവർത്തകരിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ട് ഇതേപോലെയുള്ള ഒരു വലിയ ഓഫീസും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും? ഒരു കാരണവശാലും സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതായത് കോൺഗ്രസിനകത്ത് മക്കൾ രാഷ്ട്രീയം എന്നൊരു വാദമാണ് ഈ BJP എന്നും ഉയർത്തിയിട്ടുള്ളത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ രാഹുൽ ഗാന്ധി മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് എന്നുള്ളൊരു ആരോപണമാണ് ഏറ്റവും അധികം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ പിതാവും അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയും ഇന്ത്യക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ, ഇപ്പോൾ ബീഹാറിൽ നടന്നിട്ടുള്ള വോട്ടധികാർ യാത്ര, എത്രയെത്ര പോരാട്ടങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടും ഒക്കെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് BJP സംഘപരിവാർ ശക്തികളൊക്കെ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് തൻ്റെ ഒരു സ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉറപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മറിച്ച് ഈ മക്കൾ രാഷ്ട്രീയം എന്ന് BJP കുറ്റപ്പെടുത്തുമ്പോഴും BJP മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ BJP നേതാക്കളുടെ മക്കൾ നടത്തിയിട്ടുള്ള കടന്നുകയറ്റം. അവരുടെ ആരുടെ മക്കൾ രാഷ്ട്രീയത്തിലില്ല, പക്ഷേ എല്ലാ രാഷ്ട്രീയത്തെയും പർച്ചേസ് ചെയ്യാൻ ശേഷിയുള്ള സാമ്പത്തിക ശക്തിയായിട്ട് BJP നേതാക്കളുടെ മക്കൾ വളർന്നു. ഇപ്പോൾ അമിത്ഷായുടെ മകനായിട്ടുള്ള ജയ്ഷ ഇന്ന് BCCI-യുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് പാരമ്പര്യം എന്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പണം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ക്രിക്കറ്റ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊന്നുമില്ല. അദ്ദേഹം 2019 നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ അനുസരിച്ച് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ വളർച്ച എത്രയാണെന്ന് അറിയുമോ? 14,925% വളർച്ചയാണ്. ഇന്ത്യയിലെ ഏത് കമ്പനിക്കാണ് ഇത്രയും വലിയൊരു വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്? കാരണം ഇതെന്താ ഏതെങ്കിലും ഒരു കമ്പനി സ്ഥാപിച്ച് പെട്ടെന്ന് നേടിയെടുത്തിട്ടുള്ള നേട്ടമാണോ? ഒരു കാരണവശാലുമല്ല. ഇതിലൊക്കെ കൃത്യമായ അഴിമതികളുണ്ട്. അതിനെക്കുറിച്ച് ആരന്വേഷിക്കും? അന്വേഷിക്കാനായിട്ട് ഓരോ ഏജൻസികളും തയ്യാറാവത്തില്ല. കാരണം അന്വേഷിക്കേണ്ട എല്ലാ ഏജൻസികളുടെയും തലപ്പത്തിരിക്കുന്നത് ജയ്ഷയുടെ പിതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജയ്ഷയ്ക്കെതിരെ ഒരു അന്വേഷണവും ഈ നാട്ടിൽ വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഈ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് അധിക്ഷേപം ഉന്നയിക്കുന്ന BJP ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ സമ്പത്ത് മുഴുവനും ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്? BJP-ക്കാരായിട്ടുള്ള നേതാക്കന്മാരുടെ മക്കളുടെ കൈവശമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ മകനായിട്ടുള്ള നിഖിൽ ഗഡ്കരിയുടെ മകൻ ചെയ്ത ബിസിനസ് എന്താണ്? ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഗഡ്കരി കുടുംബം ചെയ്തുകൊണ്ടിരുന്നത് വെജിറ്റബിളിൻ്റെ ബിസിനസ്സും അതോടൊപ്പം തന്നെ കീടനാശിനിയുടെ ഒക്കെ ബിസിനസ്സാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ആ ബിസിനസ്സിൽ നിന്നൊക്കെ ജമ്പ് ചെയ്ത് ഇതിപ്പോൾ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്.
എത്തനോളിന്റെ സാധ്യത എന്താണ്? എത്തനോളിന്റെ സാധ്യത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ വലിയ വീരവാദം പറയുന്നുണ്ടല്ലോ. റഷ്യയിൽ നിന്ന് ഏറ്റവും വില കുറച്ച് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയെന്ന്. റഷ്യയിൽ നിന്നും ഇന്ത്യയല്ല ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ടുള്ളത്. ഇന്ത്യ വാങ്ങിയിരിക്കുന്ന ക്രൂഡ് ഓയിൽ വെറും 10% മാത്രമാണ്. ബാക്കി 90% വരുന്ന ക്രൂഡ് ഓയിൽ വാങ്ങിയിരിക്കുന്നത് അദാനിയും അംബാനിയും ഒക്കെയാണ്. ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് അത് പെട്രോൾ ആക്കുമ്പോഴത്തേക്ക് അതിൽ ചേർക്കുന്ന 20% എന്താണെന്നറിയോ? അത് എത്തനോളാണ്. അത് സപ്ലൈ ചെയ്യുന്ന ആരാണെന്ന് അറിയാമോ? അത് സപ്ലൈ ചെയ്യുന്നത് നിതിൻ ഗഡ്കരിയുടെ മകനായിട്ടുള്ള നിഖിൽ ഗഡ്കരിയാണ്. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് സപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ എത്തനോൾ പെട്രോളിൽ ചേർക്കുന്നതിലൂടെ വണ്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് വലുതാണ്. കാരണം എന്താ വെച്ചാൽ വണ്ടികളുടെ എഞ്ചിന്റെ കാലാവധി, അത് എഞ്ചിൻ മറ്റേ വാറണ്ടി പീരീഡിന് മുമ്പ് തന്നെ എഞ്ചിൻ തകരാറാവാനുള്ള ഒരുപാട് കാരണങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ ഇതൊന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഇതിനെയൊന്നും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സൈഡിൽ കുടുംബ രാഷ്ട്രീയം പറഞ്ഞ് രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവിനെയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവിനെയും ഒക്കെ പരിഹസിക്കുന്ന സമയത്ത് BJPയുടെ നേതാക്കന്മാരും BJPയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ നേതാക്കന്മാരുടെ മക്കൾ ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് വളരെ വലിയൊരു കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്പത്ത് ഇവരുടെ കൈവശം എത്തിച്ചേരുന്നതോടുകൂടി ഏത് രാഷ്ട്രീയക്കാരെയും ഇവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തില്ലേ? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ്, അതായത് രാഷ്ട്രീയ ഉപജാപങ്ങൾ, എത്രയെത്ര ഗവൺമെന്റുകളെ അട്ടിമറിച്ചിരിക്കുന്നു, എത്രയെത്ര MLA-മാരെ പർച്ചേസ് ചെയ്തിരിക്കുന്നു, എത്രയെത്ര MP-മാരെ പർച്ചേസ് ചെയ്തിരിക്കുന്നു. ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ് BJPക്ക് ഉള്ളത്? ഇതിനുള്ള പണമെല്ലാം നേതാക്കന്മാർ തങ്ങളുടെ മക്കളെ ബിസിനസ്സിലേക്ക് ഇറക്കി ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ബിസിനസ്സിലൂടെ 14,925% വളർച്ച നേടാനായിട്ട് ഏത് ബിസിനസ്സുകാരന് സാധിക്കും? അംബാനിക്കും അദാനിക്കും പോലും സാധിക്കുന്നില്ല. പക്ഷെ ജയ്ഷായ്ക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താ വളരെ സത്യസന്ധമായ ഒരു ബിസിനസ്സാണോ? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹം BCCIയുടെ തലപ്പത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ എന്താ പറയുക, വലിയ ബിസിനസ്സായിട്ട് കാണുന്നുണ്ടോ? അദ്ദേഹത്തിന് അത്രയും ലാഭകരമായ ഒരു ബിസിനസ്സാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ മക്കൾ രാഷ്ട്രീയമല്ല, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. മറിച്ച് ഇപ്പുറത്ത് അഴിമതി ഒന്നുമില്ല എന്ന് BJP പറയുമ്പോഴും BJP പ്രവർത്തകരും നേതാക്കന്മാരും RSSന്റെ നേതാക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ അഴിമതിയുണ്ട് BJPക്കകത്ത്. നിതിൻ ഗഡ്കരിയുടെ മകനെതിരെ ഇതിനു മുമ്പും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ലോക്സഭയ്ക്കകത്തും പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ എത്തനോൾ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട്, എത്തനോളിന്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതൊന്നും പിന്നീട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. കാരണം ഇതെല്ലാം നേതാക്കന്മാരുടെ മക്കളാണ്. അതായത് സ്വന്തം മക്കൾക്ക് നേരെ അന്വേഷണം നടത്താനായിട്ട് ആരെങ്കിലും തയ്യാറാവുമോ? ഒരാളും തയ്യാറാവത്തില്ല. അതാണ് എൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതാണ്. അതുകൊണ്ട് കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് കുടുംബ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കന്മാരെയും ഒക്കെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, തങ്ങളുടെ മക്കളെ രാഷ്ട്രീയത്തിലിറക്കാതെ ബിസിനസ്സിലിറക്കി തങ്ങളുടെ അഴിമതി പണം ബിസിനസ്സിലൂടെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു പണിയാണ് ഈ BJPയുടെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇനിയെങ്കിലും പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.